സ്ഥാനാർത്ഥികൾക്കൊപ്പം പോകാൻ പാർട്ടി പ്രവർത്തകരായ അണികൾ മടിക്കുന്നു. ആവേശം കാണിക്കാനും ഓളം സൃഷ്ടിക്കാനും അണികളില്ലാത്തത് വലിയൊരു പ്രശ്നം തന്നെയാണ്. അതിനും ഇനി കൂലി കൊടുത്ത് ബംഗാളികളെ ഇറക്കണമോ എന്നാണ് ഈ സ്ഥാനാർത്ഥികൾ ചോദിക്കുന്നത്. പൊള്ളുന്ന വേനൽ ചൂടിൽ സ്ഥാനാർത്ഥികൾക്കൊപ്പം പോകാൻ അണികൾ മടിക്കുന്നത് കൂടുതലും BJP-ക്കാരായ സ്ഥാനാർത്ഥികളാണ്. അതിൽ പ്രത്യേകിച്ച് രാജീവ് ചന്ദ്രശേഖറും വി മുരളീധരനും സുരേഷ് ഗോപിയും. പകരം സോഷ്യൽ മീഡിയയിൽ പ്രചാരണം കടുപ്പിച്ചോളാമെന്നാണ് പാർട്ടിക്കാരുടെ നിലപാട്. 39.5 ഡിഗ്രിയായിരുന്നു ഇന്നലെ തിരുവനന്തപുരം ജില്ലയിലെ താപനില. ചൂടത്ത് സ്ഥാനാർത്ഥിക്കൊപ്പം പോയാൽ പണി കിട്ടുമെന്നാണ് അണികളുടെ അടക്കം പറച്ചിൽ. സ്ഥാനാർത്ഥി തളരാതിരിക്കാൻ വേണ്ടത് യഥാസമയം കിട്ടും. പക്ഷേ അണികളുടെ അവസ്ഥ അതല്ല. അതുകൊണ്ട് പുറത്തുള്ളതിനേക്കാൾ കൂടുതൽ സമയം സമൂഹ മാധ്യമങ്ങളിലാണ്. വെയിലും കൊള്ളണ്ട, കാര്യവും നടക്കും. സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ തീരുമാനമാകും മുൻപേ തുടങ്ങിയതാണ് അണികളുടെ സോഷ്യൽ മീഡിയ യുദ്ധം. സുരേഷ് ഗോപിക്ക് വേണ്ടി ആദ്യം പ്രചാരണം തുടങ്ങിയത് സോഷ്യൽ മീഡിയയിലായിരുന്നു. പിന്നാലെ രാജീവ് ചന്ദ്രശേഖറിനും വി മുരളീധരനും വേണ്ടിയും സോഷ്യൽ മീഡിയയിൽ അണികൾ കട്ടയ്ക്ക് വോട്ടുപിടുത്തമായി. BJP സർക്കാരിൻ്റെ നേട്ടങ്ങൾ എണ്ണിപ്പറഞ്ഞും സ്ഥാനാർത്ഥികളെ വാഴ്ത്തിയും BJP അനുഭാവികൾ സോഷ്യൽ മീഡിയയിൽ കളം നിറയുകയാണ്. സാമൂഹ്യ മാധ്യമങ്ങളിലെ പോരാളികൾ ഭൂരിഭാഗവും യുവജന വിദ്യാർത്ഥി സംഘടനാ നേതാക്കളാണ്. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് സമൂഹമാധ്യമങ്ങൾ വഴിയുള്ള പ്രചാരണങ്ങൾ പോലീസ് നിരീക്ഷിക്കുന്നുണ്ട്. പ്രത്യേക സൈബർ പെട്രോളിംഗ് ടീമിനെ തന്നെ നിയോഗിച്ചിട്ടുണ്ട്. ചട്ടവിരുദ്ധമായ പോസ്റ്റുകൾ പ്രചരിപ്പിക്കുന്നവർക്കെതിരെ നടപടി സ്വീകരിക്കുമെന്ന് പോലീസ് മേധാവി പറഞ്ഞു. അപകീർത്തിപരമോ തെറ്റിദ്ധാരണജനകമോ വിദ്വേഷജനകമോ വ്യക്തിഹത്യ വരുത്തുന്നതോ ആയ പോസ്റ്റുകൾ ശ്രദ്ധയിൽപ്പെട്ടാൽ ആർക്കും വിവരം അറിയിക്കാം. ഒന്നിലേറെ തവണ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തെരഞ്ഞെടുപ്പ് പരിപാടികൾക്കെത്തിയെങ്കിലും പ്രചാരണം കൊഴുപ്പിക്കാൻ ഈ സംസ്ഥാനത്ത് BJP-ക്ക് സാധിക്കുന്നില്ല. ചില മണ്ഡലങ്ങളിൽ വാശിയേറിയ ത്രികോണപ്പോരിനും സാക്ഷ്യം വഹിക്കുന്ന ഇവിടെ മത്സരിക്കാൻ കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി കൂടെ എത്തുന്നതോടെ പ്രചാരണ ചൂട് ഉയരും. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കും മുമ്പേ LDF പ്രചാരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കമിട്ടിരുന്നു. മുന്നണിയിലെ മുഴുവൻ കക്ഷികളും നേരത്തെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് കളത്തിലിറങ്ങിയതിനാൽ പ്രചാരണ പ്രവർത്തനങ്ങളിൽ ഇടതുമുന്നണിക്ക് മുൻതൂക്കമുണ്ട്. തെരഞ്ഞെടുപ്പ് കൺവെൻഷന് ശേഷം 20 മണ്ഡലങ്ങളിലെ ഇടത് സ്ഥാനാർത്ഥികൾ 3 തവണ പര്യടനം നടത്തിക്കഴിഞ്ഞു. അടുത്ത മാസം ആദ്യ ആഴ്ചയോടെ സ്ഥാനാർത്ഥി പര്യടനവും സംഘടിപ്പിച്ചിട്ടുണ്ട്. കണ്ണൂർ, ആലപ്പുഴ, വയനാട് സീറ്റുകളിൽ തട്ടി കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി നിർണയം നീണ്ടതും ലീഗ് അധിക സീറ്റ് ആവശ്യപ്പെട്ടതും UDF-ൻ്റെ പ്രചാരണം അല്പം വൈകിപ്പിച്ചു. എന്നാൽ 20 സ്ഥാനാർത്ഥികളുടെയും കൺവെൻഷനുകൾ പൂർത്തിയായി. വടകര, ആലപ്പുഴ, തൃശ്ശൂർ മണ്ഡലങ്ങളിലൊഴികെ സിറ്റിംഗ് MP-മാരായതിനാൽ കാര്യങ്ങൾ വേഗത്തിലാക്കാമെന്ന ആത്മവിശ്വാസമാണ് UDF-നുള്ളത്. BJP ജയസാധ്യത കൽപ്പിക്കുന്നില്ലെങ്കിലും 2ാം സ്ഥാനത്തെങ്കിലും വരുമെന്ന് പ്രതീക്ഷിക്കുന്ന തിരുവനന്തപുരം, തൃശ്ശൂർ, ആറ്റിങ്ങൽ മണ്ഡലങ്ങൾക്ക് പുറമെ ആദ്യ പട്ടികയിൽപ്പെട്ട പല സ്ഥാനാർത്ഥികളും പ്രചാരണത്തിൽ സജീവമായി കഴിഞ്ഞു. പക്ഷേ കൊല്ലം, എറണാകുളം, ആലത്തൂർ, വയനാട് സീറ്റുകളിലെ BJP സ്ഥാനാർത്ഥികളാണ് ഇനിയും വരാനുള്ളത്. ഇത്രയും ദിവസമായിട്ടും ഇവിടങ്ങളിൽ സ്ഥാനാർത്ഥികളാകാത്തതിനാൽ പ്രവർത്തകർ പോലും കടുത്ത അമർഷത്തിലാണ്. അടുത്ത മാസം പകുതിയോടെ മുന്നണികളുടെ ദേശീയ നേതാക്കളും സംസ്ഥാനത്ത് പ്രചാരണത്തിനെത്തും.